ചേട്ടാ, ഈ ഫോറസ്റ്റ് ഓഫീസിലേക്കുള്ള വഴി ഈ വഴി പോയാൽ മതി. ഇതിലല്ലേ? ശരി. സുബ്രഹ്മണ്യൻ? അതെ സർ. ഇരിക്കൂ. വേണ്ട സർ, ഞാൻ നിന്നോളാം. പുതിയ ഫോറസ്റ്റ് ഗാർഡ് ഒരുപാട് കാലമായി ഒഴിഞ്ഞു കിടക്കുന്നൊരു പോസ്റ്റാണ്. അല്ലെങ്കിൽ ഈ ഓണം കയറാൻ മൂലയിലേക്ക് ആര് വരാനാ? പുതിയ ആൾക്കാർക്കൊന്നും ഇതിൽ വലിയ താല്പര്യമില്ല. എല്ലാരും പോവല്ലേ IT മേഖലയിലേക്ക്. എല്ലാവർക്കും എഞ്ചിനീയർ ആവണം. താൻ എവിടെയാ സ്ഥലം? പാലക്കാടാ. പാലക്കാടാ. ഇതിനു മുമ്പ് എന്തായിരുന്നു പണി? നാട്ടിൽ കൃഷിയായിരുന്നു. ഇവിടെ കുറച്ച് മൃഗങ്ങളും കുറച്ച് മനുഷ്യരും മാത്രമേ ഉള്ളൂ. പക്ഷേ അവര് മതി. എന്തായാലും ഇന്നിപ്പോ സമയം ഉച്ച കഴിഞ്ഞു. നാളെ രാവിലെ വന്ന് ജോയിൻ ചെയ്തു. ശരി സർ. ബാല സർ, ഇത് നമ്മുടെ പുതിയ ഗാർഡാ. കോട്ടേഴ്സ് കാണിച്ചു കൊടുക്കും. ശരി സർ. വരൂ. താങ്ക് യു സർ. സുബ്രഹ്മണ്യന്റെ പേരല്ലേ? അതെ. ജനാർദ്ദൻ സാറ് പറയുന്നത് ഞാൻ കേട്ടു. ബാഗ് ഞാൻ പിടിക്കാം. അയ്യോ വേണ്ട സർ, ഞാൻ പിടിച്ചോളാം. വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ ഒറ്റയ്ക്കാ. ഒരു ചേട്ടനുണ്ട്, കല്യാണം കഴിഞ്ഞ് ഭാര്യ വീട്ടിലാ. അച്ഛനും അമ്മയും നേരത്തെ പോയല്ലേ? ആ. അപ്പോൾ എന്നെ പോലെ തന്നെ ഒറ്റയാനാണ്. ഒരു കണക്കിന് അതാ നല്ലത്. ആരോടൊന്നും ബോധിപ്പിക്കണ്ടല്ലോ. പക്ഷെ എനിക്ക് ഭാര്യയും 2 മക്കളും ഉണ്ട് കേട്ടോ. അങ്ങ് നാട്ടിൽ വല്ലപ്പോഴും പോവും. അവർക്ക് ഞാൻ അയക്കുന്ന പൈസ മതി. പിന്നെന്തിനാ എപ്പോഴും അങ്ങോട്ട് പോകുന്നേ? കുടിക്കോ? ഏയ് ഇല്ല. ഇനി ഒരുപാടുണ്ടോ? ഇല്ല, ഇവിടെ അടുത്താ. ഇതാണ് നമ്മുടെ വാസസ്ഥലം. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. കുറേ ദൂരം സഞ്ചരിച്ചല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. കിടന്നോ? ഓ. കുളിക്കുന്നുണ്ടെങ്കിൽ തണുപ്പ് ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യമൊക്കെ പ്രശ്നമായിരിക്കും, ശീലമായി പിന്നെ അതില്ലാതെ പറ്റില്ല. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം.
ഒരു മിനിറ്റ്. ആ വാ 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 ഒന്നിരിക്കേ. ഏയ് ഇല്ല. രാത്രി ഞങ്ങൾക്ക് ജൂനിയർ സീനിയർ എന്നൊന്നില്ല. സാധാരണ ഞങ്ങൾ റൂമിനകത്താണ് കൂടാറ്. പക്ഷെ ഇന്ന് നിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയ പുറത്താക്കിയത്. എന്റെ പേര് മണി. ഇവിടെ ഞങ്ങളുടെ ഓഫീസിന്റെ അടുത്തൊരു ചായക്കടയുണ്ട്. അതായത് നമ്മുടെ അന്നദാതാവെന്ന് പറയും. മണിയില്ലെങ്കിൽ അന്നമില്ല. നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല, വേണ്ട. യാത്ര കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണം. എന്നാ നീ പോയി കിടന്നോ. ശരി. ഇല്ല സാറേ. അവൻ പോയിക്കോട്ടെ. ശരി സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അവന് നമ്മൾ വെറുതെ ഉറക്കം മെനക്കെടുത്തി. അയ്യപ്പ രക്ഷിക്കണേ. ബാലേട്ടാ, ബാലേട്ടാ. എന്താ ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ? ഇന്ന് കാർഡ് കാണിച്ചു തരില്ല എൻ്റെ ജോലി. വേഗം പോയി ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരാം. ഓ, റെഡിയായോ? യൂണിഫോം നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. മറ്റാർക്കും തലവേദന ഉണ്ടാക്കാതെ നന്നായി വാ. അല്ലാതെ എന്തു പറയാനാ, അല്ലേ ബാല? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ. നമ്മുടെ ചെക്കനല്ലേ, ഞാൻ ശ്രദ്ധിച്ചോളാം. ശരി. അയാൾ ഇങ്ങനെ ഒരു ദുഷ്ടന്. നീ ഒന്നും കാര്യാക്കണ്ട. എന്താ മോനെ, ക്ഷീണമാണല്ലോ മുഖത്ത്. കാണും കുറച്ച് കുടി കുറയ്ക്കണം. ഇത് മണിയൻ. വേണ്ട വേണ്ട, ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടതാ. അത് ഞാനങ്ങ് മറന്നു. നീ പോയി കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. നല്ല വിശപ്പ്. ഉണ്ടാവും ഉണ്ടാവും. ഇന്നലെ നല്ല കേറ്റല്ലായിരുന്നോ? ഇന്നലെ ഒന്നും കൂടുതലല്ല. കൂടണമെങ്കിൽ നാട്ടിൽ നിന്ന് ഭാര്യയുടെ വിളി വരണം. മോനെ മണി, നീ കൂടുതൽ എരിവ് കലക്കല്ലേ. കണ്ടോ കണ്ടോ, ചൂട് കണ്ടോ? എങ്ങനെയുണ്ട് യൂണിഫോം ഒക്കെ കയറിയപ്പോ? പണിയൊക്കെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. അതിനവന് യൂണിഫോം ഇടൽ മാത്രമല്ലോ ജോലി. ഇട കാട അവൻ ഇവിടുത്തെ കാട് പോലും കണ്ടിട്ടില്ല. പിന്നെങ്ങനെ പണി നല്ലതാണോ ചീത്തയാണെന്നൊക്കെ പറയാം. ഓ അല്ല, പോയി 2 പതി ചോറെടുക്ക്. അയ്യോ, ഇന്ന് നിങ്ങൾ കാട്ടിലേക്കല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? ഈ മണിയുടെ പോയിച്ചോറില്ലാതെ ഓരോ ഓഫീസറും കാട് കയറിയിട്ടില്ല സുബ്രമോനെ. പിന്നെ ദേ ഈ മനുഷ്യനെ നീ സൂക്ഷിച്ചോ. മുമ്പിൽ നടത്തിയാ മതി, പുറകിൽ നടത്തിയാലേ നടുക്കാട്ടിലെത്തും ഭാഷാന് തോന്നും ചെറുത് 2 അടിക്കണമെന്ന്. അവിടെ എവിടെയും കുറെ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. നിന്നെ ഒറ്റക്കാക്കിയിട്ട് അത് തപ്പാൻ പോവും. സൂക്ഷിച്ചോ. യഥാസമയം ഭക്ഷണം തരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒറ്റ കൺസിഡറേഷൻ വെച്ച് മാത്രമാണ് ഇവനെ വെറുതെ വിടുന്നത്. അതിപ്പോ മുതലാക്കുക. നിങ്ങൾ പച്ചക്ക് കണ്ടാലാണോ കീരിയും പാമ്പും?
ഇന്നലെ രാത്രി എന്തൊരു സ്നേഹമായിരുന്നു. ഇതൊക്കെ ഒരു തമാശയല്ലേ? ഞങ്ങൾക്ക് വേറെ എന്ത് വിനോദം ഇവിടെ ഉള്ളത്? മണിയേട്ടാ, എത്രയായി? അതൊക്കെ ശമ്പളം വാങ്ങുമ്പോൾ ഒരുമിച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ട്രഷറി പോകുമ്പോൾ അവൻ ലിസ്റ്റ് തരും. സാധനം വാങ്ങി മിച്ചമുള്ളത് അവന് കൊടുത്താൽ മതി. മണിയേട്ടാ, പോയിട്ട് വരാം. ആ ഈ കാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള പ്രദേശമാണിത്. പക്ഷെ രാത്രി എത്ര നല്ല പ്രദേശമല്ല ഇവിടെ. ആ കാട്ടിൽ നിന്ന് പലരോട് വന്നു പോകുന്നുണ്ട്. ആ വാ പോവാം. ശബ്ദം ഉണ്ടാക്കരുത്. ഇവിടെ എവിടെയോ ആനയുണ്ട്. ആന? ഗാഡ, പേടിക്കാൻ പാടില്ല. വാ, നമുക്ക് പോവാം. നമുക്ക് ഈ വഴിക്ക് പോവാം. ഏയ്, പേടിക്കണ്ട. ഇവൻ കുറുമന് സംസാരശേഷി ഇല്ലാത്തൊരു പാവ. നീ എന്തിനാണ് അവനെ പേടിപ്പിച്ചേ? ഇവനും എന്നെ പോലെ തന്നെയാ. നീ ഇങ്ങോട്ട് വാ. വന്നേ, ഇങ്ങോട്ട് വാ. നടക്ക. അങ്ങോട്ട് പോടാ. ഇത് കൊടുമ്പാറ വെള്ളച്ചാട്ടം. എന്ത് രസകരമായ കാഴ്ചയാണ് നോക്ക്. ഇവിടെ എത്ര നേരം നിന്നാലും മതി വരില്ല. ഈ കാഴ്ചയ്ക്കും മനോഹാരിതയ്ക്കും ഇടയിൽ അപകടങ്ങൾ ഒരുപാട് പിണഞ്ഞിടപ്പുണ്ട്. അതുകൊണ്ട് ഈ വഴി പോകുമ്പോൾ ശ്രദ്ധ വേണം. ഇവിടെ ഒരുപാട് പേര് അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ ഇരച്ചിലിന് ആർക്കൊന്നും കേൾക്കാൻ സാധിക്കില്ല. കുർമ, ഈ ബാലേട്ടിന് കഴിക്കാൻ ഒന്നുമില്ലേ? നിനക്ക് വിശക്കുന്നുണ്ടാവല്ലേ? ബാ, അവിടെ ഇരിക്കാം. നീ മുൻപ് ഇങ്ങനെ വിശന്നിരുന്നിട്ടുണ്ടോ? ഇല്ല. കഴിച്ചോടാ.
അവനെവിടെ പോയി? അവൻ പോയി. അവനിങ്ങനെയൊക്കെ അവൻ കാടിന്റെ പലയിടത്തും കാണും. പോവാ. പോവാ. രാമലക്ഷ്മണാദികളും ആ ഇന്നുണ്ടല്ലോ കോള്. ഇന്ന് മാത്രമല്ല എന്നും ഉണ്ട് കോള്. ആഹാ, ഇതാ സുബ്രഹ്മണ്യനുള്ള ഭക്ഷണമായത്. കുറച്ചു കഴിഞ്ഞാ എനിക്ക് എന്റെ കള്ള ഏതാ നിന്റെ ഭക്ഷണം ഏതാന്ന് തിരിച്ചറിയില്ല. അതുകൊണ്ട് നിന്റെ ഭക്ഷണം നിന്റെ കസ്റ്റഡിയിൽ വെച്ചോ. ഈ ഒരു കാര്യത്തിനെങ്കിലും രണ്ടുപേർക്കും ഒത്തൊരുമയുണ്ടല്ലോ. വാ പുറത്തിരിക്കാം, ജനാർദ്ദൻ സാറ് കാത്തിരിക്കുന്നുണ്ട്. ആ നടക്കട്ടെ, വേഗം പൊക്കോളൂ. അപ്പൊ നീ ഇല്ലേ? നമ്മള് പാവം പച്ചക്കറികള്, നമ്മൾ ഇവിടെ ഇരുന്നോളാം. അല്ല ജനാർദ്ദൻ സാറേ, ഇവന്മാര് എന്നിട്ട് അവിടെ അങ്ങനൊന്നുമല്ല. അങ്ങനെയല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാന്ന്. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയല്ല. ഇവരങ്ങനെ ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്. ശരിയല്ലെന്നേ. എനിക്ക് അതെ അതെ അതെ. കുറുമാ, എന്നെ പേടിപ്പിക്കല്ലേ, ഞാൻ പേടിക്കില്ല. വേണ്ട വേണ്ട. മണിയേട്ടാ, ഒരു ചായ. എത്ര ദിവസമായിടാ പോയിട്ട്?
ഞാൻ വിചാരിച്ചു നീ അവിടെ കൂടിയെന്ന്. നാട്ടിൽ നിന്ന് വരാൻ തോന്നുന്നില്ലേ? ചേട്ടനും ഭാര്യക്കൊക്കെ സുഖം തന്നെയാണോ? നാട്ടിൽ ചെന്നതും കുറെ പണി കിട്ടി. സ്ഥലം വിറ്റു, ചേട്ടന്റെ ഷെയറും കൊടുത്തു. ബാധ്യതകളെല്ലാം തീർത്തിട്ട് വരാമെന്ന് കരുതി. ചേട്ടത്തിയമ്മ ചേട്ടന് സമാധാനം കൊടുക്കുന്നില്ല. ഇനിയിപ്പോ ആ സ്ഥലത്തെ ചൊല്ലി ശല്യപ്പെടുത്തില്ലല്ലോ. ഇതൊക്കെ കുടുംബജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. വിഷമിച്ചിട്ട് കാര്യമില്ല. നീ ഒരു വിവാഹം കഴിക്കുമ്പോൾ മനസ്സിലാവും. ഇതെന്താ ഈ പ്രസ് വണ്ടിയൊക്കെ ഇവിടെ? നമ്മളറിയാതെ ഇവിടെ പലതും നടക്കുന്നുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും എഴുതാനും വായിക്കാനും താല്പര്യം കാടിനെ കുറിച്ചല്ലേ. അങ്ങനെ വല്ലതും ആയിരിക്കും. ഓ, സമയം പോയി. ഞാൻ പോയി ഡ്യൂട്ടിക്ക് കയറട്ടെ. 2 ദിവസം കൂടുതൽ മുങ്ങിയതിന് ജനാർദ്ദൻ സാറിന്റെ വായിൽ നിന്നും കേക്കട്ടെ. വെറുതെ സമയം കളയാതെ പോയി വാങ്ങിക്കട്ടെ. നീ പോയി കാര്യം പറ. നിന്റെ കാര്യം നടത്താൻ നീ തന്നെ വേണ്ടേ? അല്ലാതെ അയാൾ വന്നാ മതിയോ? പറഞ്ഞു നോക്കാം. പോട്ടേട്ടാ. ആ, എവിടെയായിരുന്നു മോനെ? ബാലേട്ടാ, നാട്ടിൽ ഓരോ പ്രശ്നങ്ങള്. ജനാർദ്ദൻ സാർ എന്തെങ്കിലും പറഞ്ഞോ? എന്തൊക്കെയോ പെറുവിറുക്കുന്നുണ്ടായിരുന്നു. നിന്നെ കാണാൻ 2 പേര് വന്നിട്ടുണ്ടായിരുന്നല്ലോ. നീ കണ്ടോ? എന്നെയോ? എപ്പോ? ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. ദേ, അവരുടെ വണ്ടിയാ കിടക്കുന്നത്. ഇതാരാ എന്നെ കാണാൻ? സുബ്രഹ്മണ്യ, വിനീതേ, നീ എന്താടാ ഇവിടെ? നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. നീ എന്താ ഈ പ്രസിന്റെ വണ്ടിയിലൊക്കെ? ഈ പട്ടിക്കാട്ടിൽ എന്നെ കാണാൻ? പോടാ, കാര്യം പറ. ആ, ഇത് മിത്ര, എന്റെ ഫ്രണ്ടാ. ഞാനേ ഇവന്റെ പത്രത്തിലാ വർക്ക് ചെയ്യുന്നത്. ഹലോ. എന്നാലും നീ ഫോറസ്റ്റ് ഗാർഡോ? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇവനെ പോലെ ഒരു പേടിത്തൊണ്ടനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. സത്യം പറ, നീ എങ്ങനെ ഗാർഡായേ? ആരെങ്കിലും വേറെ പണി തരാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന് പറ്റിച്ചതാണോ? ഓ, ചോദിച്ചു വരുന്നവർക്കെല്ലാം ഗാർഡിന്റെ പണി എടുത്തു വെച്ചിരിക്കല്ലേ. ഒന്ന് പോടാ. എങ്ങനെ കാടൊക്കെ എല്ലാം മനസ്സിലായോ? പിന്നെ ഇപ്പൊ വന്നിട്ട് 7-8 മാസമായില്ലേ. ആദ്യമൊക്കെ വലിയ പ്രശ്നമായിരുന്നു. പിന്നെ പേടിയൊക്കെ മാറി. ഇപ്പൊ കണ്ണു കെട്ടിയാൽ പോലും എവിടെ വേണമെങ്കിലും പോവാം. അതൊക്കെ പോട്ടെ, അമ്മയ്ക്കിപ്പൊ എങ്ങനെയുണ്ട്? കാലുവേദനയൊക്കെ കുറവുണ്ടോ? വലിയ കുഴപ്പമില്ല. ശ്വാസം മുട്ടല പ്രധാന അസുഖം. ചെറുതായി ഒന്ന് തണുപ്പ് കിട്ടിയാ അപ്പ പ്രശ്നം. എന്നാ വാ, ഓഫീസിലുള്ളവരെ പരിചയപ്പെടാം. മണിയേട്ടന്റെ കടയിൽ നിന്ന് ഒരു സ്പെഷ്യൽ ടീം. അതൊന്നും ഇപ്പൊ വേണ്ട. ഞങ്ങക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് നിന്നോട്. ആ, അപ്പൊ അത് പറ. എനിക്ക് അപ്പോഴേ തോന്നിയതാ. ഞങ്ങൾക്ക് നിന്റെ ഒരു സഹായം വേണം. ഈ ഫോറസ്റ്റിൽ ഒരു നിയന്ത്രണവുമില്ലാതെ എങ്ങും എത്താൻ സാധിക്കുന്ന നിനക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ. ഈ ഫോറസ്റ്റിൽ നിന്നും ഒരു രഹസ്യം ചോർത്താൻ സാധിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളെ തേടി നടക്കുമ്പോഴാ നീ ഇവിടെ ഉണ്ടെന്നറിഞ്ഞതും ഞാൻ ധൈര്യത്തോടെ വന്നതും. നിനക്കെന്താ കാടിനെ കുറിച്ച് അറിയേണ്ടത്? പറ. നമുക്ക് വണ്ടിയിൽ നിന്ന് സംസാരിക്കാം. നീ വാ. ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു സമൂഹം ഇന്ന് ഈ കാട്ടിലുണ്ട്. മൂപ്പന്മാരുടെ അടിമത്തവും മന്ത്രവാദവും നരബലിയും വ്യഭിചാരവും നിറഞ്ഞ പുറം ലോകം അറിയാത്ത അമ്മമാരുടെയും കുട്ടികളുടെയും കൂട്ടം. മൂപ്പനെ വശത്താക്കി അടിമത്തത്തിന്റെ മറവിൽ നാട്ടിലെ പ്രമുഖന്മാർ കഞ്ചാവും മറ്റു ലഹരി വസ്തുക്കളും മദ്യവ്യവസായവും ഈ കൂട്ടരെ കൊണ്ട് ചെയ്യിക്കുന്നു. അവരുടെ സ്ത്രീകളെ ആചാരമെന്ന് വിശ്വസിപ്പിച്ച് പ്രമുഖർക്ക് കാഴ്ചവെക്കുന്നു. അമ്മയെ മനസ്സിലാവാത്ത സ്ത്രീയെ ഉപഭോഗ വസ്തുവായി കാണുന്ന പുതിയ തലമുറയെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രമുഖരെ പിച്ചു ചീന്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ പറയുന്ന ജനസമൂഹം കാട്ടിൽ എവിടെയാ ഉള്ളത്? കരിമല. എവിടെ? കരിമലയിൽ. ഈ വെള്ളം എങ്ങോട്ടാ പോകുന്നറിയോ? ഇല്ല. അങ്ങ് കരിമലയിലേക്ക്. ഒരു വലിയ മലയെന്നല്ല, ഈ വെള്ളച്ചാട്ടത്തിലെ ജലം മുഴുവൻ ചെന്ന് ചേരുന്ന ഒരു കാട്ടുപ്രദേശം. ദുർഘടം പിടിച്ച പാതകൾ, തിങ്ങി നിറഞ്ഞ കാടുകൾ. ഒരു പ്രത്യേക സമൂഹം ജീവിക്കുന്നുണ്ട് അവിടെ. കുറച്ചു പേരെങ്കിലും വളരെ ശക്തർ. മൂപ്പനും മൂപ്പന്റെ പടയാളികളുമാണ് അവിടെ കാര്യങ്ങൾക്ക് തീർപ്പേൽപ്പിക്കുന്നത്. അവർക്ക് പുറലോകവുമായി യാതൊരു ബന്ധവുമില്ല. പോയവരാരും തിരിച്ചു വന്നിട്ടുമില്ല. സുബ്രഹ്മണ്യ, ഞാൻ കേട്ടിട്ടുണ്ട് കരിമലയെ കുറിച്ച്. പക്ഷെ എനിക്ക് പറ്റില്ല. അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ലെന്നാ കേൾക്കുന്നത്. നീ എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. നീ പറയുന്നത് പോലെ ഞാനൊരു പേടിത്തൊണ്ടനാ.
എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാ മതി. എടാ, ഇതിനെക്കുറിച്ച് ഇനിയൊരു സംസാരം വേണ്ട. വാ, ക്വാർട്ടേഴ്സിലേക്ക് പോവാം. സുബ്രഹ്മണ്യൻ, ഒന്ന് നിൽക്കണം. നീ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ പത്രത്തിന്റെ സർക്കുലേഷൻ കൂട്ടാനായിട്ട് നല്ലൊരു ന്യൂസ് തപ്പി ഇറങ്ങിയതായിരിക്കുന്നു. എങ്കിൽ തെറ്റി. BBC ചാനൽ എക്സിക്യൂട്ടീവ് ആയിരുന്ന ഞാൻ ഈ പത്രം തുടങ്ങുന്നത് പണക്കൊതി കൊണ്ടല്ല, മറിച്ച് സാധാരണ മനുഷ്യർക്ക് യഥാർത്ഥ വസ്തുതകൾ കാണിച്ചു കൊടുക്കാനാണ്. ഈ പറഞ്ഞ കരിമലയിലെ പ്രശ്നങ്ങൾ എന്റെ പത്രത്തിൽ മാത്രമല്ല, മലയാള സമൂഹത്തിലും, എന്തിന് ലോകമെമ്പാടുമുള്ള എല്ലാ മാധ്യമങ്ങളിലും ഇതൊരു സംസാര വിഷയമായിരിക്കും. ആകണം. എന്തിനാണെന്നറിയാമോ? ഒരു സമൂഹത്തെ രക്ഷിക്കാൻ. ശരിയാ സുബ്രഹ്മണ്യ. ഞാൻ പറഞ്ഞ സമൂഹത്തെ, അമ്മമാരും കുട്ടികളും അടങ്ങുന്ന നിസ്സഹായരായ ഒരു സമൂഹത്തെ രക്ഷിക്കാൻ അതിന് ഏറ്റവും നല്ലൊരു ആയുധമാണ് പത്രം. ഓരോരോ പടിപടിയായിട്ടേ നമുക്ക് ലക്ഷ്യം കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയക്കാരെയും പ്രമുഖരെയും ലോകത്തിന് മുന്നിൽ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ആ സമൂഹത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. അതിനാണ് നിന്റെ സഹായം ചോദിക്കുന്നത്, അല്ല അഭ്യർത്ഥിക്കുന്നത്. വിനീതേ, പോവാ. നീ ചിന്തിക്ക്. ഞങ്ങളുടേത് നല്ല ഉദ്ദേശമാണെന്ന് നിനക്ക് തോന്നിയാൽ മാത്രം നിനക്ക് ഞങ്ങളോട് സഹകരിക്കാം. ഇതെന്റെ കാർഡാണ്. നിനക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാം. അയ്യപ്പ, ഞാൻ എന്ത് സ്വപ്നമായി കണ്ടത്? ഒന്നും കഴിക്കാൻ വേണ്ടേ? ഒന്നും വേണ്ട, എനിക്കൊരു പൊതിച്ചോറ് വേണം. ഇന്നെന്താ കാട് കയറാൻ പോവാണോ? യൂണിഫോം ഇല്ലല്ലോ, എന്താ പരിപാടി? ഒരു കാര്യമുണ്ട്, ഞാൻ വന്നിട്ട് പറയാം. ദാ. പ്രകൃതിയെ നിന്റെ മനോഹാരിതയിലേക്ക് എന്നെ കൂടി കൊണ്ടുപോകൂ.
നീ എന്തിനു വന്നോ? ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, ഫോറസ്റ്റ് ഗാർഡാ. കാട് കാക്കുന്ന ആൾ എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നാണ് പറയാ? വേണ്ട. നീ ആരടാ? ഞാൻ നല്ലിളം കാട്ടിലെ ഗാർഡാ. സത്യം പറയേ, ഇവിടുത്തെ രഹസ്യം നിന്നെ വിട്ടത് ആരാ? സത്യമായിട്ട് ഞാനിവിടെ വഴിതെറ്റി വന്നതാ. പിന്നെന്തിനാ ഞങ്ങളോട് ശണ്ട കൂടിയത്? എന്നെ കൊല്ലാൻ വന്നപ്പോ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാ. എന്നെ വിടൂ, ഞാൻ തിരിച്ചു പോയിക്കോളാം. തിരിച്ചു പോവാനോ? ഞങ്ങളുടെ അറിവില്ലാതെ ആരോടെ വന്നാലും ജീവനോടെ തിരിച്ചു പോവില്ല. നീ ഇവിടെ തന്നെ കിടക്ക്. സത്യം ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇന്ന് മുതലാളിമാര് വരില്ല, ചരക്ക് ചന്തയിലെത്തിക്കണം. ഇവൻ എന്തെങ്കിലും വെച്ച് കെട്ട്. എടി മാളു, നീ പോയി കുറച്ച് വെള്ളം കൊണ്ടുപോ. നീ വേണ്ട തന്നെ നിൽക്കണ്ട, ഇവൻ നമ്മളെ പിടിച്ചോണ്ടോ വന്നതാ. പിന്നെ പിടിച്ചോണ്ടാ വന്നത് നിന്നെയാ. നീ പൊടി, ഞാൻ പോവാ. അവള് പോവാണെങ്കിൽ പോട്ടെ മുത്തേ, നീ കൊണ്ടുപോ. ജോർജേ, പോവാ.
എന്നാ മൂപ്പ ഞങ്ങൾ അങ്ങോട്ട്. എന്താ ഇത്? എനിക്ക് തുണി കിട്ടിയതാ, പുതു തുണി. ഇന്നെന്താ വിശേഷം വല്ലതും ഉണ്ടോ തുണി തരാൻ? ഇല്ല, ഇങ്ങനെ മുതലാളി ഞങ്ങൾക്ക് ഇടയ്ക്ക് തരും. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങാടിക്ക് പോവാൻ അറിയില്ലല്ലോ. ഞങ്ങളിൽ അങ്ങാടിക്ക് പോകുന്നത് എന്റെ രഘുവണ്ണൻ മാത്രം. അയ്യോ രഘുവണ്ണൻ, ഞാൻ പോവാ. ഉടുക്കാനുള്ള മുണ്ട് ഞാൻ കുടിലിട്ടിട്ടുണ്ട്. മൂപ്പ ഒന്നും ചെയ്യല്ലേ, മോളെ സൂക്കേട്ടിന് മരുന്ന് മേടിക്കാം അങ്ങാടി പോയതാ. ഈ കാട്ടിലെ മരുന്ന് കഴിച്ച് ജീവിച്ചാൽ മതി എല്ലാവരും, അല്ലാതെ ആരും ഈ കാട് കിടന്ന് പോകണ്ട. ഞാൻ അറിയാതെ കാട് കിടന്ന് നീ ഈ കൂട്ടത്തിൽ വേണ്ട. എന്റെ സൂക്കേട് ഞാൻ മാറ്റിത്തരാം. കൊല്ലോനെ നീ എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നേ? എനിക്ക് ഒറ്റയ്ക്കിരിക്കുന്ന ഇഷ്ടം. ഞാനും ഇവിടെ ഇരുന്നോട്ടെ. എന്താ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമല്ലേ? രസമാ. ഒറ്റയാൻ വെള്ളം കുടിക്കാൻ ഇറങ്ങിയ നല്ല രസമാവും. പിന്നെ എന്നിട്ടല്ലേ നീ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തായാലും നിന്റെ ഇവിടത്തെ ആളുകളെക്കാ ഭേദം ആന. ഇപ്പോഴാ ഒരു കാര്യം ചോദിക്കാൻ ഓർത്തത്. ആ മുതലാളിമാര് മാത്രമാണല്ലോ ഇങ്ങോട്ടേക്ക് വരാറുള്ളത്. എന്തേ മറ്റാർക്കും ഇങ്ങോട്ട് പ്രവേശനമില്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നതോ? നിങ്ങൾ എന്നെ പിടിച്ചോണ്ട് വന്നതല്ലേ. അയാൾ ഇവിടുന്ന് പോകുമ്പോ എന്തൊക്കെയോ കൊണ്ടുപോകാറുണ്ടല്ലോ. കൂടാതെ ഇവിടുത്തെ പെണ്ണുങ്ങളെ മാറി മാറി. അതെനിക്കറിയില്ല. നിങ്ങളീ ചോദിച്ചത് ഞങ്ങളുടെ ഗ്രാമത്തിലെ രഹസ്യമാണ്. അത് പറയാൻ പാടില്ല. ഇപ്പോ ഞാനും നിങ്ങളുടെ ഗ്രാമത്തിലെ ഒരാളല്ലേ, അപ്പൊ എന്നോട് പറഞ്ഞൂടെ? എന്നാലും ആ എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാ മതി. മുതലാളി ചാക്കിൽ കൊണ്ടുപോകുന്നത് എന്റെ അണ്ണനൊക്കെ കൃഷി ചെയ്യുന്ന ഇലയാ. അത് ഞങ്ങൾക്ക് മാത്രമേ കൃഷി ചെയ്യാൻ അറിയൂ. പെണ്ണുങ്ങൾ മുതലാളിയെ പോലുള്ളവരുടെ കൂടെ പോയാൽ അനുഗ്രഹിക്കും ഞങ്ങളുടെ ദൈവം. അങ്ങനെ ആരാ പറഞ്ഞത്? മൂപ്പൻ. മുതലാളിയുടെ കൂടെ വേറെ ആരെങ്കിലും വരാറുണ്ടോ? വരാറുണ്ടല്ലോ. നീയും പോയിട്ടുണ്ടോ? ഇല്ല, അണ്ണൻ പോണ്ടാന്ന് പറഞ്ഞു. മുതലാളി ഇവിടുന്ന് എന്തൊക്കെയാ കൊണ്ടുപോവാറ്?
കാട്ടിലെ മൃഗങ്ങളുടെ ഇറച്ചി, തോല്, നഖം ഇവയൊക്കെ കൊണ്ടുപോകും. നീ ഒന്ന് മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നതെല്ലാം കഞ്ചാവാ. അതിവിടെ കൃഷി ചെയ്താൽ പുറം ലോകം അറിയില്ലെന്ന് വെച്ച് നിങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് അവർ. അതുകൊണ്ട് അത് നിങ്ങൾക്ക് മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ കബളിപ്പിക്കുകയാണ്. പിന്നെ പെണ്ണുങ്ങളുടെ ശരീരം മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചാൽ ഏത് ദൈവമാ അനുഗ്രഹിക്കുക? മറിച്ച് കോപിക്കുക മാത്രമേ ഉള്ളൂ. നീ കരയാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ വരും നിന്നെ കൊണ്ടുപോവാൻ, ഈ ഗ്രാമത്തിലേക്കുള്ള യഥാർത്ഥ വഴിയും കണ്ടുപിടിച്ച്. ആ സുബ്രഹ്മണ്യ, നീ ഇതെവിടെയായിരുന്നടാ? ആ മണിയെ അവസാനം കണ്ടപ്പോൾ നീ കാട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞു എന്ന് കേട്ടു. വിശ്വാസം വരാത്തതുകൊണ്ട് ഞാൻ ജനാർദ്ദൻ സാറോട് പറഞ്ഞുമില്ല. സത്യമായിട്ട് നീ ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോയതാണോ? അതെ, കരിമലയിലേക്ക്. എന്ത്, കരിമലയിലേക്കോ? പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാനിന്ന് ഡ്യൂട്ടിക്ക് വരുന്നില്ല. ബാലേട്ടൻ പൊക്കോ. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഏറെയാണ് കാര്യങ്ങൾ. എന്തായാലും നന്ദിയുണ്ട് സുബ്രഹ്മണ്യ. എനിക്ക് നിന്റെ നന്ദി വേണ്ട. ആ പാവം ജനങ്ങൾ ആ കാലന്മാരിൽ നിന്ന് രക്ഷിച്ചാൽ മതി. ഇതൊരു വെറും വാർത്തയായി പ്രസിദ്ധീകരിച്ച് ക്ലോസ് ചെയ്യാനാണെങ്കിൽ ഒരിക്കലുമല്ല. ഇപ്പോഴും ഞങ്ങളെ സുബ്രഹ്മണ്യന് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. നമ്മൾ തീർച്ചയായിട്ടും അവരെ രക്ഷിക്കും. ഈ പറയുന്ന മുതലാളി വെറും ഒരു ബിനാമി മാത്രമായിരിക്കും. ഉയർന്ന രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റ് പ്രമുഖന്മാരുടെയും ബിനാമി. അതുകൊണ്ട് നമുക്ക് ഇവരെ എല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു സോളിഡ് എവിഡൻസ് തന്നെ വേണം. ശരിയാ. സുബ്രഹ്മണ്യൻ ഒരിക്കൽ കൂടി ഞങ്ങളെ സഹായിക്കുമോ? എന്നാൽ വഴി ഞാൻ പറഞ്ഞുതരാം.
ഇത് മതി, നമുക്ക് എവിഡൻസായി. സുബ്രഹ്മണ്യൻ, ഗുഡ് ജോബ്. ഇത് നാളെ ചാനലുകളിൽ സെൻസേഷൻ ന്യൂസ് ആയിരിക്കും. അധികാരികൾക്ക് കണ്ണടയ്ക്കാൻ സാധിക്കില്ല. ആ ഗ്രാമത്തിൽ പോലീസുകാർ നാളെ ശുദ്ധികലശം നടത്തും. ആ വാർത്ത നമുക്ക് മറ്റന്നാൾ പത്രത്തിൽ വായിക്കാം. പ്രതിയായ സുബ്രഹ്മണ്യൻ തന്റെ തെറ്റ് മനസ്സിലാക്കി കോടതിയിൽ കുറ്റം സമ്മതിക്കുകയും എന്നാൽ അതൊരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഉണ്ടായ ഒരു കയ്യബദ്ധമാണെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കും. അതിനാൽ സുബ്രഹ്മണ്യനെ സെക്ഷൻ 302 പ്രകാരം 2 വർഷത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ച് ഈ കോടതി ഉത്തരവായിരിക്കും.